ബന്നയുടെ മുഖത്ത് ഒരു ആശ്വാസത്തിൻ്റെ തെളിച്ചുണ്ട്. കഥ പറച്ചിലിൻ്റെ 600ാമത്തെ എപ്പിസോഡുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് റിതം സ്റ്റുഡിയോയിൽ നടത്തിയിട്ടുള്ള കഥാകൃത്തുക്കളുടെയും എഴുത്തുകാരുടെയും ആസ്വാദകരുടെയും ഒക്കെ ഒരുമിച്ച് ചേർന്നുള്ളൊരു സംഗമം കഴിഞ്ഞതിൻ്റെ നിർവൃതി. എന്താണ് പരിപാടിയെക്കുറിച്ചും പരിപാടി കഴിഞ്ഞപ്പോഴുണ്ടായ ആ ആശ്വാസ നിർവൃതിയുടെ വികാരത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ? തീർച്ചയായും കഥാശ്വാസത്തിൻ്റെ 600 കഥകൾ പൂർത്തിയാകുന്ന ദിവസം കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആസ്വാദകരെത്തുന്നു, കഥാകൃത്തുകളെത്തുന്നു. അവരെ കോഴിക്കോടിൻ്റെ ഒരു മണ്ണിലേക്ക്, സാഹിത്യ നഗരിയായ കോഴിക്കോടിൻ്റെ മണ്ണിലേക്ക് എത്തിക്കുവാൻ സാധിച്ചതിൽ സന്തോഷം. തീർച്ചയായിട്ടും എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു, അതുതന്നെയാണ് ആശ്വാസത്തിലേക്ക് എത്തിച്ചത്. കാരണം കേരളത്തിലെ എണ്ണം പറഞ്ഞ കഥാകാരന്മാരാണ് വേദിയിൽ അണിനിരുന്നത്. വേദിയിൽ മുൻനിര മതിയാകാതെ വന്നു, പിൻനിരയിലേക്കും കൂടി അവരെ ഇരുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. രാമനുണ്ണി, വി ആർ സുധീഷ്, പുയ്ത്തുങ്കടവ്, സന്തോഷ് ഏച്ചിക്കാനം, ജമാൽ കൊച്ചങ്ങാടി, പി കെ പാറക്കടവ്, ഡോക്ടർ ഖദീജ മുന്താസ്, ഷീല ടോമി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള BM സുഹ്റ തുടങ്ങിയിട്ടുള്ള പ്രമുഖ കഥാകൃത്തുക്കൾ, അവരെ അണിനിരുത്താൻ പറ്റിയെന്നതൊന്ന്. രണ്ട്, പല ഭാഗത്തു നിന്ന് വന്ന ആസ്വാദകർക്ക് അവരെയൊക്കെ കണ്ടുകൊണ്ട് കൺകുളിർത്ത് പോകുവാനും അവരോട് സംസാരിക്കാൻ, അവർ വ്യക്തിബന്ധം ഉണ്ടാക്കാൻ, സൗഹൃദം പങ്കുവെക്കാനൊക്കെ സാധിച്ചു എന്നുള്ളത്. പിന്നെ 6 വർഷം ആയല്ലോ ഇത്. 2020 ആരംഭിച്ച ഒരു സംഘമാണ്. പതിയെ ഒരു കുടുംബമായിട്ടത് മാറിയതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അവരെല്ലാം അത് ആസ്വദിച്ചു. പ്രത്യേകിച്ചും റിതം ഹൗസ് പെർഫോമിംഗ് ആർട്സിൻ്റെ ഈ ഒരു വേദി എന്ന് പറഞ്ഞാൽ വളരെ ഗംഭീര വേദിയാണ്. പലരും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു. ഒന്നും ആ വേദി സദസ്സിൻ്റെയൊക്കെ സൗന്ദര്യം മാത്രമല്ല, അതിൻ്റെ സൗണ്ട് ക്ലാരിറ്റിയിൽ, ലൈറ്റിങ്ങിൻ്റെ ഇതൊക്കെ സംവിധാനം. അപ്പോൾ അത് പ്രത്യേകിച്ചും മജീദ് കോഴിക്കോട് എൻ്റെ ഖത്തർ ബന്ധമാണ്, ദീർഘകാലം ഈ രംഗത്തുള്ള ആളാണ്, ബിസിനസ്സുകാരനാണ്, സിംഫണി ദോഹ എന്നുള്ള. അപ്പോൾ പുള്ളി നാട്ടിൽ ഇതുപോലൊരു സംരംഭം തുടങ്ങിയത്, കോഴിക്കോട് നഗരത്തിൽ തുടങ്ങിയത്. തീർച്ചയായിട്ടും അത് കോഴിക്കോട് നഗരത്തിലെത്തുന്ന ആളുകൾക്ക് സംഗീതം, സാഹിത്യം, കല ഇതൊക്കെ അവിടെ പെർഫോം ചെയ്യുന്നത് ഏറ്റവും ഭംഗിയായി ആസ്വദിക്കാൻ പറ്റുന്നൊരു വേദി ഉണ്ടാക്കുന്നതാണ്. അവിടെ തന്നെ ആദ്യമായി നടന്ന പരിപാടിയാണ്, മനസ്സിലാക്കണം. അവിടെ ഒരു സിറ്റി ഓഫ് ട്രൂത്ത് എന്നുള്ള കോഴിക്കോട് നഗരത്തിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ഒരു പ്രദർശനം നടത്താൻ വേണ്ടിയിട്ടാണ് ആ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമായിട്ടും അതിൻ്റെ ഒരു പ്രീമിയർ ഷോ മാത്രം നടത്തിയിട്ട്, 1.5 മണിക്കൂർ ഷോ മാത്രമേ അവിടെ നടത്തിയിട്ടുള്ളൂ. അതിനുശേഷം നടക്കുന്നൊരു പരിപാടി ഇതുപോലൊരു സാഹിത്യ പരിപാടിയായി അവരെല്ലാവരും എത്തിച്ചു. അത് വലിയ സന്തോഷം. എല്ലാവരും ഇന്ന് രാവിലെ മുതൽ ഇതിങ്ങനെ ഇതിൻ്റെ ഒരു ആവേശം തന്നെ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ആ സന്തോഷം പ്രത്യേകിച്ചും നിങ്ങളെപ്പോലുള്ള ആളുകൾ നമ്മളോട് സഹകരിക്കുന്നതും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനും വേണ്ടി. കാരണം ഇന്നലെ അവിടെ പരാമർശിച്ച ജമാൽ കൊച്ചങ്ങാടിയാണ് പരാമർശം തോന്നുന്നു. കോഴിക്കോട് നഗരം സാഹിത്യ നഗരമായിട്ടും ഇതുപോലെയുള്ള ഒരു സേവനത്തെ എന്തുകൊണ്ട് അടയാളപ്പെടുത്തുന്നില്ല എന്നൊക്കെ. പക്ഷേ ഈ അടയാളം തീർച്ചയായിട്ടും ആളുകളുടെ മനസ്സിലുണ്ട്, ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകളുടെ മനസ്സിലുണ്ട്, കഥ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുടെ മനസ്സിലുണ്ട്. ഇന്നലെ 600ാമത്തെ കഥ വേദിയിൽ അംബികാസുധൻ മാങ്ങാടിൻ്റെ പ്രാണവായു എന്നുള്ള ആ കഥ കൂടി അതിന് ആപ്റ്റായി. കാരണം പ്രാണവായുവിന് വേണ്ടി കഷ്ടപ്പെടുന്ന കോവിഡിൻ്റെ ആ ഒരു തീക്ഷ്ണ സമയത്താണ് ഇത് ആരംഭിക്കുന്നത്. 600ാമത്തെ കഥയിൽ പ്രാണവായു എന്ന കഥ തന്നെ വായിക്കാൻ സാധിച്ചു. ആ കഥ എഴുതിയ അംബികാസുധൻ മാങ്ങാടിന് കഥാശ്വാസത്തിൻ്റെ കഥാപുരസ്കാരം നൽകാൻ സാധിച്ചു. ഇങ്ങനെയുള്ള ഒരുപാട് കോയിൻസിഡൻസ് അതിലുണ്ടായിട്ടുണ്ട്. അപ്പം ആ ഒരു സന്തോഷം തീർച്ചയായിട്ടുണ്ട്. ഷിയാബ്ക്കയുടെ ആദ്യത്തെ കഥയിൽ നിന്നാണ് ഈ കഥാശ്വാസം തുടങ്ങുന്നത്. എപ്പിസോഡ് തികയാണ്. അത് ശരിക്കും നമ്മുടെ ഭാഷയിൽ തന്നെ ഒരു വലിയ സംഭവമാണ്. ചരിത്രപരമായി അതിന് വലിയ പ്രാധാന്യമുണ്ട്. മാത്രമല്ല, അത് ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ തന്നെ ഇത്തരം ഒരു സംരംഭങ്ങൾ ഇങ്ങനെ ഓഡിയോ ആയിട്ട് പിന്നെ ഒരു സംരംഭം വേറെ ഞാൻ അന്വേഷിച്ച് കിട്ടിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ ഒരു 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 പിന്നെ സംരംഭമാണ്. ആ നിലയ്ക്കുള്ള വലിയൊരു സംഘാടന ഇതിൻ്റെ പിന്നിലുണ്ട്. അതുപോലെ തന്നെ വർഷം തോറും കൊടുക്കുന്ന ഈ പുരസ്കാരങ്ങളും വളരെ അർഹനായ ഒരാളാണ് അംബികാസുധൻ. അത് കിട്ടുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. ഭാഷയ്ക്കും സംസ്കാരത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള, സാഹിത്യത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇത്തരം സംരംഭങ്ങൾ നമ്മുടെ വളരെ വരണ്ടു പോകുന്ന സാംസ്കാരിക ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിഗതവും അല്ലെങ്കിൽ സാമൂഹ്യപരമായ ജീവിതത്തെ വളർത്തുകയും മറ്റൊരു ലോകത്തിലേക്ക് നമ്മൾ എത്തി നോക്കാനും ഒക്കെ അത് സഹായിക്കുന്നു. കാരണം ഒരു കഥ ഒരാൾ എഴുതുമ്പോൾ അയാളുടെ ലോകത്തേക്ക് നമ്മൾ പ്രവേശിക്കുക, നമ്മൾ മാത്രമായിട്ടുള്ളൊരു ലോകത്തിൽ കുടുങ്ങിപ്പോവാതെ സത്യത്തിൽ സഹായിക്കുന്ന ഒരു ദൗത്യമാണ് സാഹിത്യത്തിൻ്റേത്.
അത് വാമൊഴിയായാലും വരമൊഴിയായാലും. Invest your sleep on right mattress. Forwish mattress for healthy sleep. Kadodi Gold and Diamonds, Mavur, Puvattuparambur.